Hello guys. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ നമ്പർ 3 പെയർസ് ഓഫ് ഇക്വേഷൻസ് അല്ലെങ്കിൽ അതിന്റെ മലയാളം സമവാക്യ ജോഡികൾ. അപ്പം എന്താണ് ഇക്വേഷൻസ്, എന്താണ് ഇക്വേഷൻ എന്ന് നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചു. എന്താണ് ഇക്വേഷൻസ്? നമ്മൾ പഠിച്ചു വേരിയബിൾസ് x plus y is equal to 10. നമ്മൾ മാത്തമാറ്റിക്സിൽ ഇതിനെ പറയും ഇതൊരു ഇക്വേഷൻ ആണെന്ന് പറയും അല്ലേ. അപ്പം x plus y is equal to 10 ഇതിനെ നമുക്ക് ഇക്വേഷൻ ആണെന്ന് പറയും. നമ്മൾ സയൻസിൽ പോവാണെങ്കിൽ നമ്മൾ പറയും സ്പീഡ് is equal to distance by time. സ്പീഡ് is equal to distance by time. അപ്പം ഇതും എന്താണ് നമ്മുടെ ഫിസിക്സിലെ ഒരു ഇക്വേഷൻ ആണ് ഇല്ലേ. അപ്പം ഈ ഇക്വേഷനും രണ്ട് ഇക്വേഷൻസ് ആണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ ശ്രദ്ധിക്കുക, ഒരു വ്യത്യാസവും ഇല്ല. ഇക്വേഷൻ എല്ലാം സെയിം തന്നെ. ഈ സാധനത്തിന് നമുക്ക് ഇങ്ങോട്ടേക്ക് ആക്കാം. ഇവിടെ നമ്മൾ പറയുന്നു x plus y is equal to 10 എന്ന് പറയുന്നു അല്ലേ. അപ്പം ആ x എന്ന് വെച്ചാൽ അതൊരു സാധനമാണ്, അതിനൊരു വാല്യൂ ഉണ്ട്, അതിനൊരു വിലയുണ്ട്. y അതിന് ഒരു വിലയുണ്ട്. സ്പീഡ് എന്തോ ഒരു മെഷറിംഗ് യൂണിറ്റ് അല്ലേ. ഡിസ്റ്റൻസും ടൈമും എല്ലാം അതേപോലെ തന്നെ. അപ്പൊ ഓരോന്നിനും ഓരോന്നിൻ്റെതായ എന്തുണ്ട്, മൂല്യങ്ങളുണ്ട്, അതിൻ്റെതായ വിലയുണ്ട്. സപ്പോസ് ഞാൻ ഈ സ്പീഡിനെ എക്സ് എന്ന് വിളിക്കുക, സ്പീഡിനെ എക്സ് എന്ന് വിളിക്കുക. അപ്പൊ എക്സ് is equal to സ്പീഡ്. സ്പീഡിനെ എന്തെന്ന് വിളിച്ച്? എക്സ് എന്ന് വിളിച്ച്. ഞാൻ ഡിസ്റ്റൻസിനെ y എന്ന് വിളിച്ച്. y is equal to ഡിസ്റ്റൻസ്. എന്നിട്ട് എൻ്റെ അടുത്ത് പറയാ ടൈം എന്ന് പറയുന്നത് 2 മണിക്കൂറാണ് എന്ന് എൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പൊ സ്പീഡിനെ ഞാൻ എക്സ് എന്ന് വിളിച്ച്, ഡിസ്റ്റൻസിനെ ഞാൻ y എന്ന് വിളിച്ച്, ടൈമിനെ ഞാൻ 2 മണിക്കൂർ എന്ന് വിളിച്ച്. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, സ്പീഡ് എക്സ് is equal to ഡിസ്റ്റൻസിനെ എന്തെന്നാ വിളിച്ച y by ടൈം എത്ര 2. അതായത് ഇതിൽ നമുക്ക് മനസ്സിലാക്കാം എന്താ, എക്സ് എന്ന് പറയുന്നത് y by 2 ആണ്. എന്താണ് എക്സ്? സ്പീഡ് അല്ലേ എക്സ്. y എന്താണ്? ഡിസ്റ്റൻസ്. 2 എന്താണ്? ടൈം ആണ്. അപ്പം ഇത് നമുക്ക് മനസ്സിലാക്കാം x is equal to y by 2. ഇതൊരു ഇക്വേഷൻ ആണ്. അപ്പം ഇങ്ങനെ ഇക്വേഷൻ കണ്ടപ്പോൾ നിങ്ങൾക്ക് വല്ലതും മനസ്സിലായ? ഇല്ല. കാരണം എന്താ, നമുക്ക് അറിയത്തില്ല എന്താണ് x എന്താണ് y എന്ന് നമുക്ക് അറിയത്തില്ല. അപ്പം ഇത് ഞാൻ പറഞ്ഞത് എന്തെന്ന് വെച്ചാല് x എന്ന് പറയുന്നത് എന്താ, സ്പീഡ് അല്ലേ. y എന്ന് പറയുന്നത് എന്താ, ഡിസ്റ്റൻസ്. അപ്പൊ ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കും സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ 2. അതായത് സ്പീഡ് എക്സ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസിന്റെ പകുതിയാണ്. ഡിസ്റ്റൻസ് ബൈ 2 ആയതുകൊണ്ടാണ് പകുതിയാന്ന് പറഞ്ഞ. സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസിന്റെ പകുതിയാണ്. ഇതാണ് എന്ത്, നമ്മുടെ സ്പീഡിന്റെ ഇക്വേഷൻ. സ്പീഡ് is equal to ഡിസ്റ്റൻസ് ബൈ ടൈം. അതേപോലെ ഒരു ഇക്വേഷൻ ആണ് ഇത്, കണ്ട. അപ്പൊ ഇതിനെ വേണമെങ്കിൽ എനിക്ക് എന്തെന്ന് വിളിക്കാം, സ്പീഡ് എന്ന് വിളിക്കാം, വേണമെങ്കിൽ എനിക്ക് ടൈം എന്ന് വിളിക്കാം, വേണമെങ്കിൽ വിളിക്കാം എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഇതുകൊണ്ട് ഇതിന്റെ ആകെ തുക എന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഈ എക്സും വൈ എന്ന് പറയുന്നത് ചുമ്മാ കാണാൻ കിടക്കുന്ന സംഖ്യകളൊന്നും അല്ല, അല്ലെങ്കിൽ ഒരു വേരിയബിൾ അല്ല. മറിച്ച് അതിന് അതിൻ്റെതായ ഒരു നിലനിൽപ്പുണ്ട്, അതിൻ്റെതായ ഒരു മൂല്യമുണ്ട്. അതായത് എക്സിനും വൈയിലും അതിൻ്റെതായ ഒരു വാല്യൂ ഉണ്ട് എന്നാണ് ചുരുക്കത്തിൽ പറയാം. അപ്പൊ ഇത് മനസ്സിലായ? അപ്പം ഈ ചാപ്റ്റർ ഇക്വേഷൻ എന്താണെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് 8ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പം നമ്മൾ അതിന്റെ അഡ്വാൻസ്ഡ് ഏരിയയിലേക്ക് പോവുകയാണ്. അഡ്വാൻസ്ഡ് പ്രോബ്ലംസ് ചെയ്യാൻ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പോവുകയാണ്. അപ്പൊ നമ്മുടെ പെയർ ഓഫ് ഇക്വേഷൻസ് എന്ന ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അപ്പം ഈ ചാപ്റ്റർ അറിഞ്ഞൂടെങ്കിൽ ഇനി അങ്ങോട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താ വെച്ചാൽ 10ാം ക്ലാസ് ആയാലും +1 ആയാലും +2 ആയാലും എല്ലാത്തിലും ഈ ഇക്വേഷൻസിന്റെ കളിയാണ് വരുന്നത്. എല്ലാ ചാപ്റ്റേഴ്സിലും ഇക്വേഷൻസിന്റെ കളിയിലാണ് നമ്മൾ ഇരിക്കുന്നത്. അതുകൊണ്ട് നിസ്സാരമായിട്ട് തള്ളിക്കളയരുത്. വെരി വെരി ഇമ്പോർട്ടന്റ് ചാപ്റ്റർ. ഞാൻ പറയുന്ന ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് കേൾക്കാം. There are 100 beads in a box. എന്ന് വെച്ചാൽ എന്തുവാ, ഒരു പെട്ടിയിൽ 100 ബീഡ്സ് ഉണ്ട്, 100 മുത്തുകൾ ഉണ്ട്. അതായത് ഒരു പെട്ടിയിൽ 100
മുത്തുകൾ ഉണ്ട്. അതൊക്കെയാണല്ലേ ക്വസ്റ്റ്യൻ മനസ്സിലാക്കണം. ഒരു പെട്ടിയിൽ 100 ബീഡ്സ് ആണ് ഉള്ളത്. ഒരു ബോക്സിൽ 100 ബീഡ്സ് ഉണ്ട്. സം ബ്ലാക്ക് ആൻഡ് സം വൈറ്റ്. അതിൽ കുറച്ചൊക്കെ ഏതാ കറുത്ത മുത്തുകളാ, കുറച്ചൊക്കെ ഏതാ വെളുത്ത മുത്തുകളാ. അപ്പൊ മൊത്തം മുത്തുകൾ എത്രയാ? മൊത്തം എത്ര മുത്തുകളുണ്ട്? മൊത്തം നമുക്ക് 100 മുത്തുകൾ ഉണ്ട്. അതിൽ കുറച്ചേതാ ബ്ലാക്ക്, കുറച്ചേതാ വൈറ്റ്. അപ്പൊ നമുക്ക് എത്ര ബ്ലാക്ക് ബീഡ്സ് ഉണ്ട് അല്ലെങ്കിൽ എത്ര വൈറ്റ് ബീഡ്സ് ഉണ്ടെന്ന് നമ്മളടുത്ത് പറയുന്നില്ല. അതായത് അവര് പറയുന്നു അതിൽ ഈ 100 മുത്തുകളില് കുറച്ച് കറുത്ത മുത്തുകളുണ്ട്, കുറച്ച് വെളുത്ത മുത്തുകളും ഉണ്ടെന്ന് നമ്മളടുത്ത് പറയുന്നുണ്ട്. പക്ഷെ അത് എത്രയാണെന്ന് നമ്മളടുത്ത് പറയുന്നില്ല. എത്ര മുത്തുകൾ ഉണ്ടെന്ന് നമ്മളടുത്ത് പറയുന്നില്ല. കറുത്ത മുത്തുകളുടെ എണ്ണം നമുക്ക് തന്നിട്ടില്ല, അതേപോലെ തന്നെ വെളുത്ത മുത്തുകളുടെ എണ്ണം നമുക്ക് തന്നിട്ടില്ല. അപ്പൊ നമുക്ക് 2 മുത്തുകളും കറുത്തത് എത്ര വെളുത്തത് എത്ര എന്നതിന്റെ കൃത്യമായ അറിവ് നമുക്ക് ഇല്ല. ശ്രദ്ധിക്കാം. പിന്നെ നമുക്ക് ആ ക്വസ്റ്റ്യനിൽ തന്നേക്കുന്ന ഒരു ഹിന്റ് എന്ന് വെച്ചാൽ 10 more black than white. എന്താണ് 10 more black than white എന്ന് വെച്ചതിന്റെ അർത്ഥം എന്തുവാ? ശ്രദ്ധിച്ചോണേ. 10 more black than white എന്ത് അർത്ഥം? 10 more black. ബ്ലാക്ക് 10 എണ്ണം കൂടുതലുണ്ട്, കറുത്ത മുത്ത് 10 എണ്ണം കൂടുതലുണ്ട്. than white. വെളുത്ത മുത്തിനേക്കാൾ കറുത്ത മുത്ത് എത്ര കൂടുതലാ? 10 എണ്ണം കൂടുതലാ. ഇപ്പൊ വെളുത്ത മുത്ത് 10 എണ്ണം ഉണ്ടെങ്കിൽ കറുത്ത മുത്തിന് എത്ര കൂടുതലാ? വെളുത്ത മുത്തിനേക്കാൾ 10 കൂടുതലാണ് ആർക്ക്? കറുത്ത മുത്ത്. അപ്പൊ വെളുത്ത മുത്ത് 10 എണ്ണം ഉണ്ടെങ്കിൽ കറുത്ത മുത്ത് എത്ര? 20 എണ്ണായില്ലേ? ഇനിയിപ്പൊ വെളുത്ത മുത്ത് 5 ഉള്ളൂ, അങ്ങനെയാണെങ്കിൽ കറുത്ത മുത്ത് എത്ര? കറുത്ത മുത്ത് എന്ന് പറഞ്ഞാൽ വെളുത്ത മുത്തിനേക്കാൾ 10 എണ്ണം കൂടുതലുണ്ട്. അപ്പം വെളുത്ത മുത്ത് 5 എണ്ണേ ഉള്ളൂ, അങ്ങനെയാണെങ്കിൽ കറുത്ത മുത്ത് എത്ര? 5 + 10 15. അപ്പൊ നോക്കി, വെളുത്ത മുത്ത് 30 എണ്ണം ഉണ്ടെന്ന് വെച്ചാൽ ഈ 100 ബീഡ്സില് 30 വെളുത്ത മുത്തുണ്ട്. അങ്ങനെയാണെങ്കിൽ ബ്ലാക്ക് ബീഡ്സ് എത്രയായിരിക്കും? അല്ല, ശ്രദ്ധിക്കുക, ബ്ലാക്ക് ബീഡ്സ് എത്രയായിരിക്കും? ഇപ്പൊ ഞാൻ പറയുന്നു വെളുത്ത മുത്ത് 30 എണ്ണം ഉണ്ട്, 100 എണ്ണം ഉള്ളതെന്ന് ചിന്തിക്കേണ്ട. അപ്പൊ ഞാൻ ഈ സെന്റൻസ് മാത്രം നോക്കിയാൽ 10 more black than white. വെളുത്തതിനേക്കാൾ 10 കൂടുതൽ ഉണ്ട് ആർക്ക്? കറുത്ത മുത്ത്. അപ്പൊ 30 വെളുത്ത മുത്തുണ്ടെങ്കിൽ കറുത്ത മുത്ത് എത്ര? ഇതിനെക്കാട്ടി 10 എണ്ണം കൂടുതലില്ലേ? അപ്പൊ 40 കറുത്ത മുത്ത്. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? അതായത് ക്വസ്റ്റ്യൻ പറയുന്നത് 10 more black than white. വെളുത്തതിനേക്കാൾ കറുത്ത മുത്ത് 10 എണ്ണം കൂടുതലാണ് എന്ന് വെച്ചാൽ വെളുത്തത് എത്ര എണ്ണം ഉണ്ടോ അതിനെക്കാട്ടി 10 എണ്ണം കൂടുതൽ ആർക്കുണ്ട്? കറുത്ത മുത്തിനുണ്ട്. ഇപ്പൊ സപ്പോസ് വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ എനിക്കും എന്റെ അനിയനും. അപ്പം എനിക്ക് കിട്ടിയ ചപ്പാത്തിയേക്കാൾ 10 ചപ്പാത്തി അവന് കൂടുതലുണ്ട്. അപ്പം എനിക്ക് കിട്ടിയ ചപ്പാത്തിയേക്കാൾ 10 ചപ്പാത്തി അവന് കൂടുതലാ. അപ്പൊ എനിക്ക് 2 ചപ്പാത്തിയെ കിട്ടിയോളെങ്കിൽ അവന് എത്ര ചപ്പാത്തി കിട്ടി? എന്നെക്കാട്ടി 10 എണ്ണം കൂടുതൽ അവന് കിട്ടി, 12 ചപ്പാത്തി അവന് കിട്ടി. എനിക്കിപ്പോ 10 ചപ്പാത്തി ഉണ്ട്, അങ്ങനെയാണെങ്കിൽ അവൻ എത്ര എണ്ണം ഉണ്ട്? എന്നെക്കാൾ 10 എണ്ണം കൂടുതൽ എക്സ്ട്രാ അവനുണ്ട്. അപ്പൊ എനിക്ക് 10 ചപ്പാത്തി ആണെങ്കിൽ അവൻ എത്ര ചപ്പാത്തി? 10 + 10 20 ചപ്പാത്തി. അപ്പൊ കാര്യം മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ പറയുന്നത് വെളുത്ത മുത്തിനേക്കാൾ കറുത്ത മുത്ത് എത്ര കൂടുതലുണ്ട്? 10 കൂടുതലുണ്ട്. പക്ഷേ നമുക്ക് ഒരു കാര്യം അറിയത്തില്ല. എന്താണ്? വെളുത്ത മുത്ത് എത്രയുണ്ടെന്ന് നമുക്ക് അറിയാവോ? ഇല്ല. കറുത്ത മുത്ത് എത്രയുണ്ടെന്ന് നമുക്ക് അറിയാവോ? ഇല്ല. അതാണ് ഇവിടെ ഇക്വേഷന്റെ കളിയാണ്. അതായത് ഇക്വേഷൻ എങ്ങനെ വരും എന്ന് നമ്മൾ കാണിച്ചു തരാൻ പോവാണ്. അപ്പൊ വെളുത്ത മുത്ത് എത്രയുണ്ടെന്ന് നമുക്ക് അറിയാവോ? ഇല്ല. അപ്പൊ ഞാൻ എടുക്കുന്നു നമ്പർ ഓഫ് അതായത് വെളുത്ത മുത്തുകളുടെ എണ്ണം നമുക്ക് അറിയത്തില്ല, അറിഞ്ഞുകൂടാത്തത് കൊണ്ട് ഞാൻ അതിനെ എക്സ് എന്ന് വിളിക്കുന്നു. വെളുത്ത മുത്തിന്റെ എണ്ണം എനിക്ക് അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ അതിനെ എക്സ് എന്ന് വിളിക്കുന്നു. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്തുവാ? എത്ര വെളുത്ത മുത്തുണ്ടെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പൊ ഞാൻ സങ്കല്പിക്കുകയാണ് എക്സ് വെളുത്ത മുത്തുകൾ ഉണ്ട്. ഈ 100 മുത്തുകളിലെ എക്സ് മുത്തുകൾ എന്താണ്? വെളുത്ത മുത്തുകളാണ്. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? വെളുത്ത മുത്തുകളുടെ എണ്ണം നമുക്ക് തന്നിട്ടില്ല. തന്നിട്ടില്ലാത്ത സാധനത്തിന് നമുക്ക് എന്തായിട്ട് എടുക്കാം?
എക്സ് ആയിട്ട് എടുക്കാം. അതുകൊണ്ട് ഞാൻ നമ്പർ ഓഫ് വൈറ്റ് ബീഡ്സിനെ എങ്ങനെയായിട്ട് എടുക്കുന്നു? എക്സ് ആയിട്ട് എടുക്കുന്നു. അപ്പൊ വെളുത്ത മുത്തുകളുടെ എണ്ണം എത്ര? എക്സ്. ഓക്കെ ആണല്ലേ? ഇനി ഇപ്പൊ അടുത്ത് നോക്കി, കറുത്ത മുത്തിന്റെ കേസ് വരാം. നമ്പർ ഓഫ് ബ്ലാക്ക് ബീഡ്സ്. കറുത്ത മുത്തിന്റെ കേസ്. അപ്പൊ നമ്മൾ പറഞ്ഞു വെളുത്ത മുത്തിന് എത്ര എണ്ണം ഉണ്ടോ അതിനെക്കാട്ടി 10 എണ്ണം ആർക്ക് കൂടുതലാ? കറുത്ത മുത്തിന് കൂടുതലാ. അങ്ങനെയാണെങ്കിൽ കറുത്ത മുത്തിന്റെ എണ്ണം എന്ന് വെച്ചാൽ എന്തുവാ? വെളുത്ത മുത്ത് എത്ര എണ്ണം ഉണ്ട്? എക്സ് എണ്ണം ഉണ്ട്. അപ്പൊ അതിനെക്കാട്ടി 10 എണ്ണം ആർക്ക് കൂടുതലാ? കറുത്ത മുത്തിന് കൂടുതലാ. മനസ്സിലായ? അതായത് വെളുത്ത മുത്തുകൾ എത്ര? എക്സ് ആണെങ്കിൽ കറുത്ത മുത്ത് എത്ര? ഇതിനെക്കാട്ടി 10 എണ്ണം കൂടുതലുണ്ട്, എക്സ്ട്രാ ഉണ്ട്. അപ്പം വെളുത്ത മുത്ത് എക്സ് ആണെങ്കിൽ കറുത്ത മുത്ത് എത്ര? 10 എണ്ണം അല്ലേ കൂടുതല്? അപ്പൊ ആഡ് അല്ലേ ചെയ്യണ്ട? അപ്പൊ വെളുത്ത മുത്തിന്ന് 10 എണ്ണം ആഡ് ചെയ്യുക. അതായത് വെളുത്ത മുത്ത് എക്സ് ആണെങ്കിൽ കറുത്ത മുത്ത് എത്ര? എക്സ് പ്ലസ് 10. മനസ്സിലായ? ഇത്രയൊക്കെ ആണല്ലേ? അപ്പം ഇനി നമുക്ക് അറിയാം വേറൊരു കാര്യം അറിയാം. എന്താ അറിയാം? ടോട്ടൽ ബീഡ്സ്, ആകെ മുത്തുകൾ എത്രയാ? 100 എണ്ണം. നമ്മൾ പറഞ്ഞു 100 മുത്തുകൾ ഉണ്ട്, 100 മുത്തുകൾ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ 100 മുത്തിൽ എത്രയോ എണ്ണം വെളുത്ത മുത്തുകളുമാണ്, എത്രയോ എണ്ണം കറുത്ത മുത്തുകളാണ്. 100 മുത്തുകളുണ്ട്. ആ 100 മുത്തുകളില് എത്രയോ എണ്ണം വെളുത്ത മുത്തുകളാണ്, എത്രയോ എണ്ണം കറുത്ത മുത്തുകളാണ്. അപ്പൊ ഞാൻ വെളുത്ത മുത്തുകളിനെ എക്സ് ആയിട്ട് എടുത്തു, കറുത്ത മുത്തുകളിനെ എക്സ് പ്ലസ് 10 ആയിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ 100 മുത്തുകളിൽ വേറെ ഏതെങ്കിലും കളർ ഉണ്ടോ? ഇല്ല. നമ്മൾ ക്വസ്റ്റ്യനിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് 100 മുത്തുകൾ മൊത്തത്തിലുണ്ട്. പക്ഷേ അതില് ഏതൊക്കെ കളറേ ഉള്ളൂ? വൈറ്റും ബ്ലാക്കും മാത്രമേ ഉള്ളൂ, വേറൊരു കളറും ഇല്ല. അങ്ങനെയാണെങ്കിൽ ഈ വൈറ്റും ബ്ലാക്കും ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോ, അതായത് എത്ര വെളുത്ത മുത്തുകളുണ്ടും എത്ര കറുത്ത മുത്തുകളുണ്ടും അത് രണ്ടും കൂടെ കൂട്ടുമ്പോ കിട്ടുന്നതായിരിക്കത്തില്ലേ 100. സപ്പോസ് ഇങ്ങോട്ട് വരാം, ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. ഒരു പാക്കറ്റില് ശ്രദ്ധിച്ചോണം, ഒരു പോപ്പിൻസിന്റെ പാക്കറ്റ്. ആ പോപ്പിൻസിന്റെ പാക്കറ്റില് 2 കളർ മാത്രമേ ഉള്ളൂ. ഏതൊക്കെയേ ഉള്ളൂ? പച്ചയും നീലയും പോപ്പിൻസിന്റെ മാത്രമേ ഉള്ളൂ. ആ പോപ്പിൻസിന്റെ പാക്കറ്റിൽ 2 കളർ മാത്രമേ ഉള്ളൂ. പോപ്പിൻസ് പച്ച കളറും നീല കളറും. നമുക്കറിയാം ഒരു പോപ്പിൻസിന്റെ പാക്കറ്റിൽ എത്രയേ ഉള്ളൂ? മൊത്തം 10, അതായത് മൊത്തം 10 മിഠായി ഉള്ളൂ. ആ പോപ്പിൻസിന്റെ പാക്കറ്റിൽ എത്ര മിഠായി ഉണ്ട്? 10 മിഠായി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞു അതില് ഏതൊക്കെ കളറേ ഉള്ളൂ? പച്ച കളറും നീല കളറും മിഠായി മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ തുറന്നു നോക്കിയപ്പോ അതില് 3 പച്ച കളർ മിഠായിയും 7 നീല കളർ മിഠായിയും ഉണ്ട്. ഞാൻ പറഞ്ഞ എന്തുവാ? പോപ്പിൻസിന്റെ പാക്കറ്റിൽ മൊത്തം എത്ര മിഠായി ഉണ്ട്? 10 മിഠായി ഉണ്ട്. ആ 10ല് 3 എണ്ണം പച്ച കളറും 7 എണ്ണം ബ്ലൂ കളർ, നീല കളർ. അങ്ങനെയാണെങ്കിൽ ഈ മൊത്തം കളറും കൂടെ കൂട്ടുമ്പോ കിട്ടുന്നതല്ലേ ഈ ടോട്ടല്? അതായത് 3 പച്ചയും 7 ബ്ലൂവും കൂടെ കൂട്ടുമ്പോഴല്ലേ 10 കിട്ടുന്ന. ഓക്കെ ആണല്ലേ? അതേ എക്സാമ്പിൾ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്ത് നോക്കിയാലാ? ഇങ്ങനെ 100 എന്തുണ്ട്? മുത്തുകളുണ്ട്. അതില് എത്രയോ വൈറ്റ് ബീഡ്സ് ഉണ്ട്, എത്രയോ വൈറ്റ് മുത്തുകളുണ്ട്. പക്ഷെ വൈറ്റ് മുത്തുകൾ എത്ര ഉണ്ടെന്ന് നമുക്ക് അറിയാമോ? ഇല്ല. അപ്പൊ വൈറ്റ് മുത്തുകളെ ഞാൻ എക്സ് ആയിട്ട് എടുത്തു. ബ്ലാക്ക് മുത്തുകൾ എത്രയുണ്ട്? എക്സ് പ്ലസ് 10 ഉണ്ട്. ഓക്കെ ആണോ? എക്സ് വൈറ്റ് മുത്തുകളും എക്സ് പ്ലസ് 10 ബ്ലാക്ക് മുത്തുകളും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോഴായിരിക്കത്തില്ലേ ഈ 100 കിട്ടുന്നത്? ഇനിയിപ്പോ വേറൊരു കളറും കൂടെ ഉണ്ടെങ്കിൽ ആ കളറും കൂടെ കൂട്ടുമ്പോഴായിരിക്കത്തില്ലേ ഈ 100 കിട്ടുന്നത്? അപ്പൊ ഇപ്പൊ നമുക്ക് 2 കളറേ ഉള്ളൂ, വൈറ്റും ബ്ലാക്കും. അങ്ങനെയാണെങ്കിൽ ഈ വൈറ്റും ബ്ലാക്കും കൂടെ കൂട്ടുമ്പോഴായിരിക്കത്തില്ലേ ഈ 100 കിട്ടുന്നത്? പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതായത് ഈ വൈറ്റ് ബീഡ്സും എത്ര വൈറ്റ് ബീഡ്സ് ഉണ്ടോ എത്ര ബ്ലാക്ക് ബീഡ്സ് ഉണ്ടോ ആ വൈറ്റ് ബീഡ്സും ബ്ലാക്ക് ബീഡ്സും കൂടെ കൂട്ടുമ്പോഴായിരിക്കത്തില്ലേ ടോട്ടൽ ബീഡ്സ് കിട്ടുന്നത്? മനസ്സിലായില്ലേ? അപ്പം ഇനി നമുക്ക് പ്രോബ്ലം ഏരിയയിലേക്ക് പോവാം. നോക്കിയേ, ഇത് ഞാൻ റബ് ചെയ്യണേ. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാം നമ്പർ ഓഫ് വൈറ്റ് ബീഡ്സ് എത്ര? എക്സ് പ്ലസ് നമ്പർ ഓഫ് ബ്ലാക്ക് ബീഡ്സ് എക്സ് പ്ലസ് 10. വൈറ്റ് ബീഡ്സും ബ്ലാക്ക് ബീഡും കൂടെ കൂട്ടുമ്പോഴായിരിക്കത്തില്ലേ എത്ര കിട്ടുന്നത്? 100 കിട്ടുന്നത്. ഓക്കെ ആണോ?
വൈറ്റ് ബീഡും ബ്ലാക്ക് ബീഡും കൂടെ കൂട്ടുമ്പോഴാണ് എത്ര കിട്ടുന്നത്? 100 കിട്ടുന്നത്. അന്ന് ഇനി നമുക്ക് സോൾവ് ചെയ്യാം. ഇത്ര ഉള്ള സംഭവം. ഇതാണ് നമ്മുടെ എന്താ പറയുന്ന പെയർ ഓഫ് ഇക്വേഷൻസ്. നമ്മുടെ ഇക്വേഷൻ ഏതാ? ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ ആണല്ലേ? ഇനി ശ്രദ്ധിക്കാം, നമ്മള് വേരിയബിളിനെ ആഡ് ചെയ്യാൻ പോവാണ്. ബ്രാക്കറ്റ് മാറ്റി കൊടുക്കണ്ടേ ആഡ് ചെയ്യാൻ നേരത്ത്. അപ്പം x + 10 = 100. ശ്രദ്ധിച്ചോണേ, xa + x എത്ര x ഉണ്ട് ഇവിടെ? xa + x എത്ര x ആ? 2x ആണ് +10. അപ്പൊ ചിലര് ചെയ്തു വെക്കുന്നത് x + x 2x 2x + 10 10 + 2 12x എന്ന് എഴുതി വെക്കും. പറയുന്നത് മനസ്സിലാവണ്ടാണ്. മിക്കവരും ചിലര്, എല്ലാരും അല്ല, ചിലര് x + x 2x 2x + 10 എത്ര? അവര് വിചാരിക്കും 2x + 10 10 + 2 12x എന്ന് എഴുതി വെക്കും. ഇങ്ങനെ എഴുതി വെക്കല്ലേ, ഇത് പൊട്ടത്തെറ്റ്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടാ? അതായത് നമുക്ക് ഒരിക്കലും വേരിയബിളിന്റെ കൂടെ ഒരു കോൺസ്റ്റന്റ്, ഒരു നമ്പറിനെ കൂട്ടാൻ പറ്റത്തില്ല. അതായത് ഈ x എന്ന് പറയുന്നത് ഒരു വേരിയബിൾ ആണ്, y എന്ന് പറയുന്നത് ഒരു വേരിയബിൾ ആണ്, u എന്ന് പറയുന്നത് ഒരു വേരിയബിൾ ആണ്, v എന്ന് പറയുന്നത് ഒരു വേരിയബിൾ ആണ്. അപ്പൊ ഈ വേരിയബിളിന്റെ കൂടെ ഒരിക്കലും നമുക്ക് 10നെ കൂട്ടാൻ കൊള്ളത്തില്ല. ഈ ആൽഫബറ്റ്സിന്റേതായിട്ട് ലോകത്തിൽ വിട്ടേക്കണം. നമ്മൾ എന്തിനാ അതിനെ മറ്റേ നമ്പറുമായിട്ട് കയറി ഡിസ്റ്റർബ് ചെയ്യുന്നത്? നമുക്ക് അങ്ങനെയൊന്നും വേണ്ട. അപ്പൊ ഒരു കാര്യം ഓർക്കുക, ഒരേ വർഗ്ഗക്കാരെ അതിന്റെ കൂടെ കൂട്ടുക, വേറെ വർഗ്ഗം ഉണ്ടെങ്കിൽ അതിനെ അങ്ങ് തഴഞ്ഞു കളയുക. അപ്പൊ എക്സും എക്സും നമുക്കറിയാം അത് ഒരേ വർഗ്ഗക്കാരാ, രണ്ടും ഒരേ സ്വഭാവം കാണിക്കുന്നവരാ. അപ്പൊ x + x നമുക്ക് എന്തായിട്ട് എഴുതാം? 2x ആയിട്ട് എഴുതാം. ഒരു x പ്ലസ് മറ്റേ x 2x + 10 = 100. ഓക്കെ ആണ്. ഇനി ഇപ്പൊ വരുന്ന നോക്കിയേ, 2x എന്ന് പറയുന്നത് എന്തുവാ? വേരിയബിളാ. ഈ 10 എന്തുവാ? അതൊരു നമ്പറാ, ഒരു കോൺസ്റ്റന്റ് നമ്പറാ. ഈ 100 എന്തുവാ? അതും ഒരു നമ്പറാ. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് 8ാം ക്ലാസ്സിൽ എങ്ങനെ സോൾവ് ചെയ്യും. വേരിയബിളിനെ മാത്രം ഒരു സൈഡിൽ ഇട്ടിട്ട് കോൺസ്റ്റന്റ് എന്തൊക്കെയുണ്ടോ അതിനെല്ലാം എപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുപോവാ? അപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുപോവാ. അപ്പൊ വേരിയബിൾ ഏതാ? 2x. 2xനെ ഞാൻ അവിടെ തന്നെ ഇടുന്നു. 2xനെ അവിടെ തന്നെ ഇടുന്നു. അപ്പൊ 2x എന്ന് പറയുന്നത് നോക്കിയേ, ഈ +10 അപ്പുറം പോകുമ്പോ എന്താവും? -10 ആവും. അതായത് 100 +10 അപ്പുറം പോകുമ്പോ -10 ആണേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം 2x എന്ന് പറയുന്നത് 100 - 10 എത്രയാ? 100ന്ന് 10 കുറച്ചാ 90. മനസ്സിലാവുന്നുണ്ടാ? അപ്പൊ 2x എന്ന് പറയുന്നത് 90 എന്ന് വെച്ചാൽ എന്തുവാ? 2x എന്ന് പറയുന്നത് 90. അങ്ങനെയാണെങ്കിൽ x എത്രയാ? 2x 90 ആണെങ്കിൽ x എത്രയാ? ഒന്ന് ശ്രദ്ധിച്ചേ, ഇത് വളരെ ഇമ്പോർട്ടന്റ്. 2x ന്റെ അർത്ഥം എന്തുവാ? 2 × x എന്നല്ലേ അർത്ഥം. 2x എന്ന് വെച്ചാൽ 2 × x. അപ്പൊ 2 × x ആണ് 90. നമ്മൾ പറഞ്ഞു പ്ലസ് ആണ് ഇപ്പുറം വരുന്നെങ്കിൽ അപ്പുറം പോകുമ്പോ എന്താവും? മൈനസ് ആവും. മൈനസ് ആണ് ഇപ്പുറം വരുന്നെങ്കിൽ അപ്പുറം പോകുമ്പോ എന്താവും? പ്ലസ് ആവും. അതേപോലെ ഇൻഡു ആണ് വരുന്നതെങ്കിൽ അപ്പുറം പോകുമ്പോ ഡിവിഷൻ ആവും. ഡിവിഷൻ ആണ് വരുന്നതെങ്കിൽ അപ്പുറം പോകുമ്പോ എന്താവും? ഇൻഡു ആവും. ശ്രദ്ധിച്ചോണേ. അപ്പൊ ഇവിടെ ഇൻഡു അല്ലേ വന്നേക്കുന്നത്? 2x എന്ന് വെച്ചാൽ 2 × x എന്ന് വെച്ചാൽ മൾട്ടിപ്ലിക്കേഷനാ വന്നേക്കുന്നത്. അതുകൊണ്ട് അത് അപ്പുറം പോകുമ്പോ എന്താവും? ഡിവിഷൻ ആവും. അപ്പൊ 2 × x 90 ആണെങ്കിൽ x = 90 / 2 എത്ര വരും? 45. മനസ്സിലായ? 2x എന്ന് പറയുന്നത് 90. അങ്ങനെയാണെങ്കിൽ x എത്ര? 2 ഇൻറ്റു ചെയ്തേക്കുന്ന 2 അപ്പുറം പോയി ഡിവൈഡ് ആയി. അപ്പൊ 90/2 എത്ര? 45. ഒരു കാര്യം നമ്മൾ പറഞ്ഞു നോക്കിയേ, x എന്ന് പറയുന്നത് 45. x എന്ന് പറയുന്നത് 45. അപ്പൊ x എന്തോ അത് നമ്പർ ഓഫ് വൈറ്റ് ബീഡ്സ്, വെളുത്ത മുത്തുകളുടെ എണ്ണമാണ് എന്ത്? x. വെളുത്ത മുത്തുകളുടെ എണ്ണമാണ് x. അപ്പൊ നമുക്ക് x കിട്ടി. എത്ര വെളുത്ത മുത്തുകളുണ്ട്? നമുക്ക് പറയാം therefore white beads, വെളുത്ത മുത്തുകൾ എത്രയുണ്ട്? 45 ഉണ്ട്. മനസ്സിലായ? അങ്ങനെയാണെങ്കിൽ കറുത്ത മുത്ത് എത്ര? നമുക്കറിയാം മൊത്തം എത്ര മുത്തുകളുണ്ട്? 100 മുത്തുകളുണ്ട്. 45 എണ്ണം വെളുത്ത മുത്താണെങ്കിൽ ബാക്കി 55 എണ്ണം എത്ര മുത്തായിരിക്കും? ഏത് മുത്തായിരിക്കും?
കറുത്ത മുത്തായിരിക്കത്തില്ലേ? അപ്പൊ നോക്കിയേ, നമ്പർ ഓഫ് ബ്ലാക്ക് ബീഡ്സ് എന്ന് വെച്ചാൽ x+10 ആണ്. ഇത് നോക്കി നമ്മൾ എഴുതാം. വൈറ്റ് ബീഡ്സ് x നമ്മൾ കണ്ടുപിടിച്ചു. നമ്പർ ഓഫ് ബ്ലാക്ക് ബീഡ്സ് എന്ന് പറയുന്നത് x+10 ആണ്. x എത്രയാ? 45 പ്ലസ് 10 എത്ര വരും? 55. മനസ്സിലായ? അപ്പം വെളുത്ത മുത്തുകൾ എത്ര ഉണ്ട്? 45. ആകെ മുത്തുകൾ എത്ര? 100. 100 45 വെളുത്ത മുത്താണെങ്കിൽ ബാക്കി എത്ര? 55 കറുത്ത മുത്തായിരിക്കത്തില്ലേ? അപ്പൊ അത്രേ ഉള്ളൂ. ഇനി ഞാൻ ഒന്നുകൂടെ പറയാം, ശ്രദ്ധിച്ചോണേ. നമ്മുടെ കയ്യില് എത്ര ബീഡ്സ് ഉണ്ട്? 100 ബീഡ്സ് ഉണ്ട്. ആ 100 ബീഡ്സിൽ എത്ര വെളുത്ത മുത്തുകളുണ്ട് അറിയാവോ? ഇല്ല. എത്ര കറുത്ത മുത്തുകളുണ്ട് അറിയാവോ? ഇല്ല. അപ്പൊ നമുക്ക് അറിയാവുന്ന ഒരേ ഒരു കാര്യം എന്താണ്? കറുത്ത മുത്തുകൾ എന്ന് പറയുന്നത്, വെളുത്ത മുത്ത് എത്ര എണ്ണം ഉണ്ടോ അതിനെ കാട്ടി 10 എണ്ണം കൂടുതലായിരിക്കും ആര്? കറുത്ത മുത്ത്. വെളുത്ത മുത്ത് 10 എണ്ണം ഉള്ളെങ്കിൽ കറുത്ത മുത്ത് എത്ര? 10നെ കാട്ടി 10 + 10 20. അതായത് വെളുത്ത മുത്തിനെ കാട്ടി 10 എണ്ണം ആർക്ക് എക്സ്ട്രാ ഉണ്ട്? കറുത്ത മുത്തിന് എക്സ്ട്രാ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം, വെളുത്ത മുത്തുകളെ ഞാൻ എക്സ് ആയിട്ട് എടുക്കുന്നത്, കറുത്ത മുത്തിനൊപ്പം എനിക്ക് ഇങ്ങനെ എഴുതാം, വെളുത്ത മുത്തിനെ കാട്ടി 10 എണ്ണം കൂടുതലായിരിക്കും ആര്? കറുത്ത മുത്ത്. അങ്ങനെയാണെങ്കിൽ വെളുത്ത മുത്ത് എക്സ് ആണെങ്കിൽ കറുത്ത മുത്ത് എത്ര? x+10. x+10 ആണ് കറുത്ത മുത്ത്. ഇനി നമ്മൾ പറയാം, അതില് മൊത്തം എത്ര മുത്തുണ്ട്? 100 മുത്തുണ്ട്. ആ 100 മുത്ത് എന്ന് വെച്ചാൽ ഏതൊക്കെ കളർ ചേരുന്നതാ? വെളുത്ത മുത്തും കറുത്ത മുത്തും കൂടെ ചേരുന്നതാണ് ആ 100 മുത്തുകൾ. അപ്പൊ എക്സ് എന്ന് പറയുന്ന വെളുത്ത മുത്ത് പ്ലസ് x+10 എന്ന് വെച്ചാൽ കറുത്ത മുത്ത്, രണ്ടും കൂടെ ചേരുന്നതാണ് ഇത്ര 100. അപ്പൊ നോക്കിയേ, xa+10 = 100. അപ്പൊ x+6 എത്ര? 2x. 2x+10 ആണ് 100. 2x+10 100. അങ്ങനെയാണെങ്കിൽ 2x = 10 അപ്പുറം പോയി -10 ആയി. 100 - 10 90. അപ്പൊ 2x = 90. അപ്പൊ x = 90/2 എത്ര? 45. ഓക്കെ ആണല്ലേ? അതാണ് x എന്ന് പറയുന്നത് 45. x എന്ന് വെച്ചാൽ എന്താ? വെളുത്ത മുത്ത് 45. നമുക്കറിയാം ആകെപ്പാട് 100 മുത്തേ ഉള്ളൂ. വെളുത്ത മുത്ത് 45 ആണെങ്കിൽ ബാക്കി 55 ആരായിരിക്കും? കറുത്ത മുത്തായിരിക്കും. കറുത്ത മുത്ത് എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ x+10 ആണ് കറുത്ത മുത്ത്. x നമുക്ക് കിട്ടി എത്ര? 45. 45 + 10 55. അല്ലെങ്കിൽ നമുക്ക് 100ൽ നിന്ന് ഈ 45 കുറച്ചാലും നമുക്ക് ഈ 55 കിട്ടും. ഓക്കെ ആണല്ലേ? നോക്കി, നമുക്ക് അടുത്തതിലോട്ട് പോകാം. എല്ലാ മെത്തേഡുകളോടും പറഞ്ഞ് ഞാൻ കുഴപ്പിക്കുന്നില്ല. ഒരൊറ്റ മെത്തേഡ് പഠിച്ചാൽ മതി. ഏത് ക്വസ്റ്റ്യൻ വന്നാലും ആ ഒരു ഒറ്റ മെത്തേഡ് അപ്ലൈ ചെയ്താൽ മതി. അടുത്ത ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറയുവാണ്, ശ്രദ്ധിച്ച് കേൾക്കണേ. The price of a table and a chair is 5,000 rupees. The price of a table and a chair is 5,000 rupees. എന്ന് വെച്ചാൽ എന്തുവാ? ഒരു ടേബിള്, ഒരു മേശയുടെയും ഒരു കസേരയുടെയും വില, അതായത് ഒരു മേശ പ്ലസ് ഒരു കസേര എത്ര രൂപ? 5,000 രൂപ. 5,000 എങ്ങനെ കിട്ടി? ഒരു മേശയും ഒരു കസേരയും മേടിക്കാൻ എനിക്ക് എത്ര രൂപ ചെലവായി? 5,000 രൂപ ചെലവായി. ഒരു ചെയറും ഒരു ടേബിളിന്റെയും വിലയാണ് എത്ര? 5,000 രൂപ. ഇനി പറയുന്നു, the price of a table and 4 chairs is 8,000 rupees. ഒരു ടേബിളും 4 കസേരയും വാങ്ങാൻ എനിക്ക് എത്ര രൂപ ചെലവായി? 8,000 rupees ചെലവായി. ഒന്നും കൂടെ പറയാം, ഒരു മേശയും ഒരു കസേരയും വാങ്ങാൻ എനിക്ക് 5,000 രൂപ ചെലവായി. ഒരു മേശയും 4 കസേരയും വാങ്ങാൻ എനിക്ക് എത്ര രൂപ ചെലവായി? 8,000 രൂപ ചെലവായി.
അങ്ങനെയാണെങ്കിൽ ഒരു കസേരയുടെ വില എത്ര, ഒരു മേശയുടെ വില എത്ര? പറഞ്ഞ മനസ്സിലായ? ഒന്നും കൂടെ ഞാൻ പറയാം. ഒരു മേശയ്ക്കും ഒരു കസേരയ്ക്കും 5000 രൂപ. ഞാൻ കടയിൽ ചെന്നു. ഇവിടെ അടുത്തുള്ള ഫർണിച്ചർ എവിടെ ഏതാ? ആലിയാസ് അല്ലെങ്കിൽ നന്ദിലത്ത്. അപ്പൊ ഞാൻ നന്ദിലത്തിൽ ചെന്നിട്ട് ഒരു മേശയും ഒരു കസേരയും മേടിച്ചു. അപ്പൊ നന്ദിലത്തിലെ ആ സ്റ്റാഫ് പറഞ്ഞു ഒരു മേശയും ഒരു കസേരയ്ക്കും കൂടെ 5000 രൂപ വിലയാവും. അപ്പൊ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, എനിക്ക് ഒരു മേശയും 4 കസേരയും കൂടെ വേണം. അപ്പൊ അത് പറഞ്ഞു ഒരു മേശയ്ക്കും ഒരു കസേരയ്ക്കും ആണെങ്കിൽ 5000 രൂപ വില, ഒരു മേശയ്ക്കും 4 കസേരയ്ക്കും കൂടെ 8000 രൂപ വില. അങ്ങനെയാണെങ്കിൽ നമ്മടുത്ത് പറയുവാണ്, നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾ കണ്ടുപിടിക്കുക ഒരു മേശയ്ക്ക് എത്ര വില, ഒരു കസേരയ്ക്ക് എത്ര രൂപ. ഒരു മേശയ്ക്ക് എത്ര രൂപ, ഒരു കസേരയ്ക്ക് എത്ര രൂപ. ഓക്കെ ആണല്ലോ? ക്വസ്റ്റ്യൻ മനസ്സിലായല്ലേ? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ നമ്മൾ നേരത്തെ കഴിഞ്ഞത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഒന്നും കൂടെ ശ്രദ്ധിക്കുക. ഒരു മേശയ്ക്കും, മേശയുടെ ടേബിൾ, ഒരു ടേബിളിനും ഒരു ചെയറിനും എത്ര രൂപ? 5000 രൂപ. ഒരു ടേബിളിനും ഒരു ചെയറിനും 5000 രൂപ. പിന്നെ പറയുന്നു ഒരു ടേബിളിനും 4 ചെയറിനും എത്ര രൂപ? 8000 രൂപ. അങ്ങനെയാണെങ്കിൽ ഒരു ടേബിളിന്റെ വിലയും കാണണം, ഒരു ചെയറിന്റെ വിലയും കാണണം. ആണ് നമ്മളിപ്പോ പഠിക്കുന്ന ചാപ്റ്റർ ഏതാ? ഇക്വേഷൻസ് ആണ്. അപ്പം ഇക്വേഷൻസിൽ മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് വേരിയബിളാ? എക്സ് എന്ന വേരിയബിള്, വൈ എന്ന വേരിയബിള്. അപ്പം ശ്രദ്ധിക്കുക, ഞാൻ ഈ ടേബിളിനെ എക്സ് ആയിട്ട് എടുക്കുന്നു, ടേബിളിന് എക്സ് ആയിട്ട് എടുക്കുന്നു, ചെയറിന് വൈ ആയിട്ട് എടുക്കുന്നു. ടേബിളിന് എക്സ് ആയിട്ട് എടുക്കുന്നു, ചെയറിന് വൈ ആയിട്ട് എടുക്കുന്നു. ശ്രദ്ധിച്ചോണേ. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ അങ്ങ് മാറും. ഒരു ടേബിളിനെ ഞാൻ എക്സ് ആയിട്ടല്ലേ എടുക്കുന്ന, ആ ടേബിളിനെ എക്സ് ആയിട്ട് എടുക്കുന്നു. 1x, 1x. ടേബിളിന്റെ സ്ഥലത്ത് എക്സ് കൊടുത്തു. ചെയറിന്റെ സ്ഥലത്ത് ചെയറിനെ എന്തായിട്ട് എടുത്ത? വൈ ആയിട്ടാ എടുത്ത. 1/1. അണ്ടേ? അപ്പൊ ഇതിപ്പോ ഒരു ഇക്വേഷൻ ആയില്ലേ? ഇക്വേഷൻ നമ്പർ 1. ഇതിപ്പോ വേറൊരു ഇക്വേഷൻ നമ്പർ 2. 2 ഇക്വേഷൻ ആയി. ഓക്കെ ആണോ? ഒന്ന് ശ്രദ്ധിച്ച്. ഈ 1x എന്ന് വെച്ചാൽ എന്തുവാ? ഒരു എക്സ്. അപ്പം ഈ ഒരു എക്സിന്റെ ബാക്കില് ഒന്നും എഴുതുന്ന മോശം, അതുകൊണ്ട് ഞാൻ റബ്ബ് ചെയ്ത് കളയുന്നത്. അപ്പൊ ഈ എക്സ് എന്ന് വെച്ചാൽ നമുക്ക് അറിയാത്ത ഒരെണ്ണവേ ഉള്ളൂ അല്ലേ? ഇപ്പൊ 2 എണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് എഴുതാം 2x എന്ന് എഴുതാം ഇല്ലേ? ഒരു എക്സിന് നമ്മൾ 1x എന്ന് എഴുതുന്നത് ബോറം പരിപാടിയാണ്. ഞാൻ എന്ത് എഴുതി? വെറും എക്സ് എന്ന് ഇട്ടോളൂ. അപ്പൊ ഇതിൽ നമുക്ക് മനസ്സിലാക്കാം എത്ര ഒരെണ്ണവേ ഉള്ളൂ, അതുകൊണ്ട് അവിടെ എക്സ് എന്ന് മാത്രം കൊടുത്തേക്കുന്ന. 2 എണ്ണം 3 എണ്ണം കൊണ്ടാണെങ്കിൽ നമുക്ക് 2x 3x എന്നൊക്കെ ഇടായിരുന്നു. അതേ കണക്ക് തന്നെ ഒരു വൈക്ക് ഇവിടെ കോഎഫിഷ്യന്റ് ആയിട്ട് 1 ഒക്കെ ഇടുന്ന വല്ല മോശം, അതുകൊണ്ട് വെറും y എന്ന് ഇട്ടേക്കുന്നു. അപ്പൊ നോക്കി, x + y = 5000, x + 4y = 8000. ഒന്ന് നോക്കിയേ. അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായി? നമുക്കിപ്പോ മനസ്സിലാവും എന്താ? നേരത്തെ സാറ് പറഞ്ഞു ടേബിളിനെ എക്സ് ആയിട്ട് കൊടുത്തു, ചെയറിനെ വൈ ആയിട്ട് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇപ്പൊ ഇത് കാണുമ്പോ എനിക്ക് മനസ്സിലാവും എന്തുവാ? ഈ ടേബിളും ചെയറും, ഒരു ടേബിളും ഒരു ചെയറും മേടിക്കാൻ എനിക്ക് 5000 രൂപയായി. പിന്നെ ഇപ്പൊ നിങ്ങൾക്ക് ഇക്വേഷൻ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകും, സാറ് നേരത്തെ പറഞ്ഞു എക്സ് എന്ന് പറയുന്നത് ടേബിളും വൈ എന്ന് പറയുന്നത് ചെയറുവാ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമുക്ക് പറയാം ഒരു ടേബിളും 4 ചെയറും മേടിക്കാൻ എനിക്ക് 8000 രൂപയായി. ഓക്കെ ആണ്? ഇനിയാണ് നമുക്ക് കളി കളിക്കുന്നത്. അപ്പൊ നേരത്തെ ക്വസ്റ്റ്യൻ നമുക്ക് സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതേ മോഡൽ ക്വസ്റ്റ്യൻ ആണ് ഈ എക്സാമിന് വരുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കണം സോൾവ് ചെയ്യുമ്പം. എങ്ങനെ സോൾവ് ചെയ്യും നമുക്ക് പറയാം. അപ്പൊ സോൾവ് ചെയ്യണമെങ്കിൽ ഒരൊറ്റ കണ്ടീഷൻ ഉണ്ട്. ഒരൊറ്റ കണ്ടീഷൻ ഞാൻ പറയാണ്. എന്താ കണ്ടീഷൻ എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു വേരിയബിള് സെയിം ആയിരിക്കണം. ഏതെങ്കിലും ഒരു വേരിയബിള് സെയിം ആയിരിക്കണം. നോക്കി, ഈ ആദ്യത്തെ ഇക്വേഷനിലും എക്സും രണ്ടാമത്തെ ഇക്വേഷനിലും എക്സ്, 2 വേരിയബിൾ എന്താ? സെയിമാ അല്ലേ? അല്ലേ? ആദ്യത്തെ ഇക്വേഷനിലും എക്സ് തന്നെയാ, രണ്ടാമത്തെ ഇക്വേഷനിലും എക്സ് തന്നെയാ. വേരിയബിൾ സെയിം അല്ലേ? വേരിയബിൾ സെയിം ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്താ ചെയ്യാം? ഇക്വേഷൻ സോൾവ് ചെയ്യാം.
അങ്ങനെയാണെങ്കിൽ ഇത് സെയിം ആണോ നോക്കിയേ. ആദ്യത്തെ ഇക്വേഷനിൽ y ആണ്, രണ്ടാമത്തെ ഇക്വേഷനിൽ 4y സെയിം ആണ്. കാരണം ആദ്യത്തെ ഇക്വേഷനിൽ ഇവിടെ ഒരു y ഉള്ളൂ, രണ്ടാമത്തെ ഇക്വേഷനിൽ 4y ഉണ്ട്. അപ്പം ഇത് സെയിം ആണോ? അല്ല. പക്ഷെ നമ്മുടെ കണ്ടീഷൻ അനുസരിച്ച് ഒരൊറ്റ വേരിയബിൾ സെയിം ആയാൽ മതി. ആണ്, ഒരു വേരിയബിൾ ഇവിടെ ഓൾറെഡി സെയിം ആയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മറ്റു വേരിയബിൾ സെയിം ആവണമെന്ന് നിർബന്ധമില്ല. അപ്പൊ നമുക്ക് ഒരു വേരിയബിൾ, അതായത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് ഏതെങ്കിലും ഒരു വേരിയബിൾ സെയിം ആയിരിക്കണം. ഇപ്പൊ ഇവിടെ എക്സ് സെയിം ആ, ഇവിടെയും എക്സ് സെയിം ആ. ചിലപ്പോ വേറൊരു ഇക്വേഷൻ ഇങ്ങനെ വരും നോക്കിയേ, എക്സ് പ്ലസ് 2y ഇസ് ഈക്വൽ ടു 5, 2x പ്ലസ് 2y ഇസ് ഈക്വൽ ടു 10. നോക്കിയേ, ഈ രണ്ട് ഇക്വേഷനും സോൾവ് ചെയ്യണമെങ്കിൽ എക്സ്, ഇവിടെ എക്സ് സെയിം ആണോ? അല്ല. ആണോ? നോക്കി, ഇവിടത്തെ വേരിയബിൾ ഇത് എക്സ് ആണ്, ഇത് 2x ആണ്. രണ്ടും സെയിം ആണോ? അല്ല. ഇവിടെ ഒരു എക്സ് ഉള്ളൂ, ഇവിടെ 2x ഉണ്ട്. സെയിം ആണ്? അല്ല. പക്ഷെ ഇവിടെ നോക്കിയേ 2y 2y രണ്ടും സെയിം അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് സോൾവ് ചെയ്തുകൂടെ? കാരണം എന്തുവാ, ഏതെങ്കിലും ഒരു വേരിയബിൾ സെയിം ആയാൽ മതി നമുക്ക് സോൾവ് ചെയ്യാം. ഇവിടെ നമുക്ക് ഒരു വേരിയബിൾ സെയിം ആ, എക്സ് എന്ന് പറയുന്ന വേരിയബിൾ രണ്ടിടത്തും സെയിം ആ, അതുകൊണ്ട് നമുക്ക് സോൾവ് ചെയ്യാം. ഏതെങ്കിലും ഒരു വേരിയബിൾ സെയിം ആയാൽ നമുക്ക് സോൾവ് ചെയ്യാം. ഓക്കെ ആണല്ലേ? ഇനി ഞാൻ നോക്കിയേ, സെയിം അല്ലേ വേരിയബിള്? ശ്രദ്ധിച്ചോ, വേരിയബിൾ സെയിം ആ. അപ്പം ഇതിനെ നമുക്ക് 0 ആക്കി കളയാം. കാരണം എന്തുവാ, ഇതിനെ 0 ആക്കി കളഞ്ഞാലല്ലേ നമുക്ക് y ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, എക്സും വൈയും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഏതെങ്കിലും ഒരു വേരിയബിൾ പോയാലേ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. അപ്പം എക്സും രണ്ടും കൂടെ കൂട്ടുവാണെങ്കിൽ എന്താ വരും? 2x വരും ഇല്ലേ? 2x വരത്തില്ലേ? ഈ എക്സും കൂടെ കൂട്ടുവാണെങ്കിൽ 2x വരും. ആണേ. അപ്പൊ ഞാൻ എന്തിനാണ് ഈ രണ്ടും സെയിം ആവണമെന്ന് പറഞ്ഞത്? കാരണം ഇത് രണ്ടും സെയിം ആയാലേ എനിക്ക് കുറയ്ക്കുമ്പം എന്താ കിട്ടത്തുള്ളൂ? 0 കിട്ടത്തുള്ളൂ. അപ്പം എക്സും സെയിം ആ. ഒന്നും സെയിം ആണെങ്കിൽ 1 മൈനസ് 1 എത്രയാടേ? 0 അല്ലേ? അപ്പൊ എക്സും സെയിം. അപ്പൊ എക്സ് മൈനസ് എക്സ് എത്രയാ? 0 അല്ലേ? അപ്പൊ എക്സ് മൈനസ് എക്സ് 0. അപ്പൊ അതായത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏതെങ്കിലും ഒരു വേരിയബിൾ സെയിം ആയിരിക്കണം. അപ്പൊ എക്സും അപ്പം ഇത് രണ്ടും കൂടെ വെട്ടിപ്പോയി, എന്തായി? 0 ആയി. പറയുന്ന മനസ്സിലായ? അതായത് എക്സ് മൈനസ് എക്സ് എത്ര? 0. ഓക്കെ ആണല്ലേ? ഇനി അടുത്ത് ശ്രദ്ധിച്ചേ, വൈയും 4y. ശ്രദ്ധിച്ചോണം, വൈയും 4y. ഒന്ന് ശ്രദ്ധിച്ചേ, ആക്ച്വലി ഇവിടെ മൈനസ് വരേണ്ടതാണ്. ഒന്ന് ശ്രദ്ധിച്ചേ, ഇവിടെ മൈനസ് വരണമായിരുന്നു. നോക്കിയേ, എക്സും ഇവിടെ ഈ എക്സിന്റെ സൈഡിൽ കിടക്കുന്ന സിമ്പൽ ഏതാ? പ്ലസ് അല്ലേ? അപ്പൊ കൂട്ടയല്ലേ വേണ്ടത് ഇവിടെ ആക്ച്വലി? ആണ്. ഞാൻ പിന്നെ എന്തിനാ കുറച്ചേ? നോക്കിയേ, ഇവിടെ എന്ത് സിമ്പല്? പ്ലസ് എക്സ്. ഇത് രണ്ടും കൂടെ കൂട്ടയല്ലേ വേണ്ടത്? പക്ഷെ ഞാൻ ഇവിടെ കുറച്ച് 0 എഴുതി. എന്തിനാ കുറച്ചേ? ഈ പ്ലസ് എക്സിന്റെ സൈൻ മാറ്റി ഞാൻ എന്തായിട്ട് കൊടുത്തു? മൈനസ് ആക്കി കൊടുത്തു. അതായത് പ്ലസ് ആണ് ഇവിടെ കിടന്നത്, ഞാൻ മനഃപൂർവ്വം സൈൻ മാറ്റി മൈനസ് ആക്കിയിട്ട് 0 ആക്കിയില്ലേ? ഞാൻ മനഃപൂർവ്വം അല്ലേ ഇതിന്റെ സൈൻ മാറ്റിയ? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സൈൻ മാറ്റിയോണ്ട് ഇതിന്റെ എല്ലാത്തിന്റെയും സൈൻ ഞാൻ മാറ്റും. അപ്പൊ ഈ പ്ലസ് ഇവിടെ എന്താവും? മൈനസ് ആവും. ഈ 8000ലും പ്ലസ് അല്ലേ കിടക്കുന്നത്, അത് ഇവിടെ എന്താവും? മൈനസ് ആവും. മനഃപൂർവ്വം സൈൻ മാറ്റിയോണ്ട് എല്ലാത്തിന്റെയും സൈൻ മാറും. ഇനി ഞാൻ മനഃപൂർവ്വം അല്ല സൈൻ മാറ്റിയെങ്കിൽ ആരുടെയും സൈൻ മാറത്തില്ല. ഞാൻ മനഃപൂർവ്വം സൈൻ മാറ്റി 0 ആക്കിയെങ്കിൽ എല്ലാത്തിന്റെയും സൈൻ മാറും. അപ്പൊ എന്തിനാണ് ഞാൻ മനഃപൂർവ്വം സൈൻ മാറ്റിയത്? 0 ആക്കാൻ. 0 ആക്കണമെങ്കിൽ നമുക്ക് നിർബന്ധമായിട്ടും സൈൻ മാറ്റണം. ഇനിയിപ്പോ ഇങ്ങനെ വന്നാൽ മാത്രം നമ്മൾ സൈൻ മാറ്റണ്ട. കണ്ട, ഓൾറെഡി പ്ലസും മൈനസും വന്നിട്ടുണ്ട്, 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ബാക്കി ഒന്നിന്റെയും സൈൻ നിങ്ങൾ മാറ്റേണ്ട ആവശ്യം ഇല്ല. അപ്പൊ ഇനി നോക്കിയേ, ശ്രദ്ധിച്ചോ, അപ്പൊ പ്ലസും മൈനസും 0 ആയിപ്പോ. ഇനി ഇവിടെ പ്ലസും ഈ പ്ലസ് മാറി എന്തായി? മൈനസ് ആയി. പ്ലസും മൈനസും എന്താ? മൈനസ്. അപ്പൊ കുറയ്ക്കാണ് വേണ്ടത് നമുക്കറിയാം. 1y മൈനസ് 4y. ഒരു y നിന്ന് 4y കുറച്ചാൽ എത്ര y? 1y മൈനസ് 4y എത്ര y? ഒരു y നിന്ന് 4y കുറച്ചാൽ 3y. 3y. അപ്പൊ 4yയുടെ സൈൻ എന്തുവാ? മൈനസ് സൈൻ അല്ലേ? അപ്പൊ പ്ലസ്. അപ്പം നോക്കിയേ, മൈനസ് 3y. അതായത് 1y ന്ന് 4y കുറച്ചാ 3y കിട്ടും. വലിയ ഡിജിറ്റ് ഏതാ? 4y. അപ്പൊ അതിന്റെ സൈൻ മൈനസ്. 5000 8000 കുറച്ചാ എത്ര വരും? 3000. 8000ന്റെ സൈൻ എന്തുവാ? മൈനസ്.
എന്തുകൊണ്ടാണ് ഞാൻ മൈനസ് ആയിട്ട് നമുക്കറിയാം വലുതിന്റെ സൈൻ ആയിരിക്കണം ഇടേണ്ടത്. നമ്മൾ 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലൊക്കെ ഞാൻ തന്നെ പഠിപ്പിച്ചതാണ് എന്താ സൈൻ മാറ്റുന്ന കാര്യം. അപ്പം ഇത് ശ്രദ്ധിക്കുക, 1y ന്ന് 4y കുറച്ചാൽ 3y. 4y ആണ് വലുത്, അതുകൊണ്ട് ആക്കി കിടക്കുന്ന സൈൻ എടുത്ത് നമ്മൾ ഇടുന്നു. 5000 ന്ന് 8000 കുറച്ചാൽ 3000, ചെറുതിന്നാണ് വലുത് കുറച്ച്, അതുകൊണ്ട് നെഗറ്റീവ് വന്നു. ഇനി നോക്കിയേ y, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ട? y അല്ലേ കണ്ടുപിടിക്കണ്ട. അപ്പൊ നമ്മൾക്ക് അറിയാം -3y -3000 എന്ന് കിട്ടി. ഓക്കെ, -3y എന്ന് വെച്ചാൽ -3 into y, -3 into y. അപ്പൊ into y അപ്പുറം പോകുമ്പോൾ എന്താവും? ഡിവൈഡഡ് ബൈ ആവും ഇല്ലേ? അപ്പം y -3000 ഡിവൈഡഡ് ബൈ -3. മൈനസും മൈനസും ക്യാൻസൽ ആയി പോയി. അങ്ങനെയാണെങ്കിൽ 3000 ഡിവൈഡഡ് ബൈ 3 എത്ര? 1000. എന്താണ് ചെയ്യാൻ? അപ്പൊ ഒരു കസേരയുടെ വില എത്രയെന്ന് നമുക്ക് കിട്ടി? 1000 രൂപയാന്ന് കിട്ടി. മനസ്സിലായ? ഒരു കസേരയുടെ വില എത്ര? 1000. ഓക്കെ ആണ്. അപ്പൊ കസേരയുടെ വില കിട്ടിയാൽ നമുക്ക് ഇനി അടുത്ത എന്താ കണ്ടുപിടിക്കണം? ടേബിളിന്റെ വില കണ്ടുപിടിക്കണം അല്ലേ? ഒരു കസേരയും ഒരു ടേബിളും കൂടെ 5000 രൂപ അല്ലേ? അപ്പം രണ്ടും കൂടെ, അതായത് x+y, കസേരയും ടേബിളും കൂടെ 5000 രൂപ. നമുക്കിപ്പോ എന്തിന്റെ വില കിട്ടി? കസേരയുടെ വില കിട്ടി. കസേരയുടെ വില 1000 വന്ന് കിട്ടി ആണ്. അപ്പം നോക്കിയേ, മൊത്തം രണ്ട് സാധനം കൂടെ മേടിക്കാൻ 5000 രൂപ, അതായത് ടേബിളും ചെയറും കൂടെ 5000 രൂപ. ചെയർ 1000 രൂപയ്ക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ ടേബിളിന് എത്ര ആയി കാണും? 5000 മൈനസ് 1000. മനസ്സിലായില്ലേ? ഇത് ടേബിളിനും ചെയറിനും രണ്ടിനും കൂടെ 5000 രൂപ. ചെയറിന്റെ വില നമുക്കറിയാം 1000 രൂപ. അപ്പൊ നോക്കിയേ, മൊത്തം 5000 രൂപ കൊണ്ടുപോയി 1000 രൂപ എനിക്ക് അയാൾ എന്തെങ്കിലും ചെയർ. അപ്പൊ ബാക്കി 4000 രൂപ എനിക്ക് എന്തോ മേടിക്കാനായത്? ടേബിള് മേടിക്കാൻ. അപ്പം x = 5000 പ്ലസ് 1000 അപ്പുറം പോയി -1000. 5000 ന് 1000 കുറച്ചാ 4000. അപ്പൊ x എത്ര? 4000. x എന്ന് വെച്ചാൽ എന്തുവാ? ടേബിൾ. അപ്പൊ ഒരു ടേബിളിന് എനിക്ക് 4000 രൂപ, ഒരു കസേരയ്ക്ക് എനിക്ക് എത്ര രൂപ? 1000 രൂപ. അപ്പം എനിക്ക് ടേബിള് ഒരു ടേബിള് മേടിക്കാൻ 4000 രൂപയായി, ഒരു ചെയർ മേടിക്കാൻ 1000 രൂപയായി. ഇനി നമുക്ക് ആൻസർ ശരിയാണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് ഞാൻ പഠിപ്പിക്കാം. നോക്കിയേ, നമ്മളെ ആദ്യത്തെ ഇക്വേഷൻ, ഇഷ്ടമുള്ള ഒരു ഇക്വേഷൻ എടുക്കുക. x+y = 5000 ഇല്ലേ? x എത്രയാ? 4000 പ്ലസ് y എത്രയാ? 1000. 4000 പ്ലസ് 1000 5000 കിട്ടിയില്ലേ? കണ്ട? ഇങ്ങനെയാണ് ആൻസർ ചെക്ക് ചെയ്യുന്നത്. ചെക്കിംഗ് ദ ആൻസർ. മനസ്സിലായ? ഒന്നുകൂടെ ഞാൻ പറയാം. ഒരു മേശയ്ക്കും ഒരു കസേരയ്ക്കും 5000 രൂപ, ഒരു മേശയ്ക്കും 4 കസേരയ്ക്കും 8000 രൂപ. അങ്ങനെയാണെങ്കിൽ ഒരു കസേരയുടെ വില എത്ര? ഒരു മേശയുടെ വില എത്ര? നോക്കിയേ, സോൾവ് ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞു കോഎഫിഷ്യന്റ് സെയിം ആയിരിക്കണം. ഒന്നെങ്കിൽ x ന്റെ കോഎഫിഷ്യന്റ് സെയിം ആയിരിക്കണം, അല്ലെങ്കിൽ y യുടെ കോഎഫിഷ്യന്റ് സെയിം ആയിരിക്കണം. സെയിം ആയി കഴിഞ്ഞാൽ അത് 0 ആക്കാൻ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇവിടെ 0 ആക്കാൻ വേണ്ടി ഞാൻ മൈനസ് ചെയ്തു. അപ്പൊ x - x 0. y -4y, y ന്ന് 4y കുറച്ചു. എന്ത്? 3y. എന്തിനാ കുറച്ച? ഇവിടെ കുറച്ചുകൊണ്ടാണ് അവിടെയും കുറച്ചത്. y -4y -3y. അതേപോലെ 5000 ന് 8000 കുറച്ച -3000. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് -3y = 3000/3. 3000/3 3000 ഡിവൈഡഡ് ബൈ 3 1000. അപ്പൊ y നമുക്ക് 1000 എന്ന് കിട്ടി. y 1000 കിട്ടിയാൽ നമുക്കറിയാം ഇത് ചെയർ ആണ്. ചെയറിന്റെ വില 1000. അങ്ങനെയാണെങ്കിൽ ടേബിളിന്റെ വില എത്ര? x+y = 5000. അപ്പൊ x+y ആണ്. ചെയറിന്റെ വില 1000. അതായത് മേശയും ചെയറും കൂടെ കൂട്ടുമ്പോൾ 5000 കിട്ടും. അങ്ങനെയാണെങ്കിൽ മേശയുടെ വില 5000. 5000 ന് 1000 കുറച്ചാൽ മതി. 4000 എന്തിന്റെ വില? മേശയുടെ വില. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പം ഇതാണ് ചാപ്റ്ററിന്റെ ആകെ തുക. ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ്, കുഴപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇതേ രീതിയിൽ നമുക്ക് സോൾവ് ചെയ്ത് കണ്ടുപിടിക്കുക എന്ന ഒരു ദൗത്യം മാത്രമേ നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്നുള്ളൂ. ഈ ചാപ്റ്ററിൽ നിന്ന് വേറെ ഒന്നുമില്ല. ഈ ചാപ്റ്ററിൽ നിന്ന് ഇതേപോലെ കുറെ ഇക്വേഷൻസ്, അതായത് കുറെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് തരും. ആ സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ ഇക്വേഷൻ ആക്കണം. എന്നിട്ട് ആ ഇക്വേഷൻ സോൾവ് ചെയ്ത് x എത്ര y എത്ര എന്ന് കണ്ടുപിടിക്കലാണ് ഈ ചാപ്റ്ററിലൂടെ നമുക്ക് ചെയ്യാനുള്ള ദൗത്യം.
ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം, ഈ ചാപ്റ്ററിൽ വേറെ ഒന്നുമില്ല. എന്താണ് ഇതേ കണക്ക്. ഇപ്പം ഒരു പേനയുടെ ഒരു പെൻസിലിന്റെ വില 10 രൂപ, 2 പേനയും 5 പെൻസിലും വാങ്ങാൻ എനിക്ക് 100 രൂപയായി. അങ്ങനെയാണെങ്കിൽ ഒരു പേനയുടെ വില എത്ര, ഒരു പെൻസിലിന്റെ വില എത്ര, അങ്ങനെ ഇങ്ങനെ കുറെ സാധനത്തിന്റെ അൺനോൺ വാല്യൂസ് തന്നിട്ട് നമ്മൾക്ക് അതിന്റെ ഒരു പേനയുടെ വില എത്ര, ഒരു പെൻസിലെ അതേപോലെ ഒരു ചെയറിന്റെ വില എത്ര, ഒരു ടേബിളിന്റെ വില എത്ര, അങ്ങനെ 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 ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്ന് മാത്രമേ ഉള്ളൂ ഈ ചാപ്റ്ററിന്റെ ഇതിൽ വേറെ ഡീറ്റെയിൽ ആയിട്ട് ഒന്നുമില്ല. ഇതേ കണക്ക് കുറെ സ്റ്റേറ്റ്മെന്റ് തരും, സോൾവ് ചെയ്യുക, എന്ത് ചെയ്യാം, ആൻസർ കണ്ടുപിടിക്കുക. അപ്പൊ ഞാനിപ്പം നമ്മളെ ടെക്സ്റ്റ് ബുക്കില് എക്സസൈസ് കേറിയില്ല, എക്സസൈസ് കയറുന്നതിന് മുമ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തത്. ഇനിയിപ്പോ നമുക്ക് ഇതില് 1, 2, 3 എക്സസൈസുകളാണ് ഈ ചാപ്റ്ററിലുള്ളത്. എളുപ്പം തീരും. അപ്പം ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ ആണല്ലോ എല്ലാവർക്കും? അപ്പൊ ഇതുവരെ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ? ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ.